പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഈ 17-ാം അധ്യായത്തിലെ വചനങ്ങളും, അതേസമയം ബ്ലൂ കളറിൽ ചിലത് കൊടുത്തിട്ടുണ്ട്. അത് ഈ 17-ാം അധ്യായത്തിൽ പെടാത്ത ബൈബിളിലെ മറ്റ് വചനങ്ങളുമാണ്. പിന്നെ ഈ മഞ്ഞ നിറത്തിലുള്ളതെല്ലാം വിശദീകരണവുമാണ്. 1-ാമത്തെ വാക്യം, പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മദ്ദരാക്കികളായി പെരുവെള്ളത്തിന് മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. വെള്ളങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളാണ്. അത് വാക്യം 15-ൽ പറയുന്നുണ്ട്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ, ജനങ്ങളാണെന്നാണ് പറയുന്നത്. ഇതിൽ ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത് വിഗ്രഹാരാധനയായിട്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്. കത്തോലിക്ക നേതാക്കൾ തങ്ങളുടെ മതം രൂപീകരിച്ചത് മുതൽ നിരവധി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവർ ആളുകളെ നിർബന്ധിക്കുന്നു. വിഗ്രഹാരാധന ദൈവം ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത വചനം, അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ധൂമ്ര വസ്ത്രം ധരിച്ച സ്ത്രീ സ്കാർലറ്റ്, അതായത് റെഡ് നിറമുള്ള മൃഗത്തിന് മുകളിൽ ഇരിക്കുന്നത് കാണാൻ പ്രധാന ചാർട്ട് കാണുക. പ്രധാന ചാർട്ട് എന്ന് പറയുന്നത് ഇതാണ് ആ ചിത്രം എന്ന് പറയുന്നത്. മൃഗം ഇവിടുത്തെ മൃഗം തന്നെ, പക്ഷെ അതിൻ്റെ കളറ് സ്കാർലറ്റ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളറായിട്ട് മാറി. ആ സ്ത്രീ ധൂമവർണ്ണവും കടും ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തു വളഞ്ഞവളായി എൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം ഉഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് ഒരു പേര് അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എക്യുമെനിക്കൽ സഭ. അപ്പോസ്തലനായ യോഹന്നാന് ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെടുത്തൽ ലഭിച്ചപ്പോൾ ഈ സഭ ഒരു രഹസ്യമായിരുന്നു. ഇപ്പോൾ അത് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ബൈബിൾ രഹസ്യങ്ങളുടെ നമ്പർ 14 റെഫർ ചെയ്യുക, മിസ്റ്ററി ബാബിലോൺ. അത് നമുക്കൊന്നെടുക്കാം. ഇതാണ് ആ പറഞ്ഞ ചിത്രം തന്നെ. ഇത് എക്യുമെനിക്കൽ ചർച്ചിൻ്റെ വേൾഡ് ലീഡേഴ്സാണത്. ഇത് പോപ്പ്. പിന്നെ 6-ാം വാക്യം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തിയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ടു അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഒരു ലോക മതം സൃഷ്ടിക്കാൻ പോകുന്ന കത്തോലിക്ക നേതൃത്വത്തിലുള്ള എക്യുമെനിക്കൽ സഭയാണ് ഈ സ്ത്രീ. എല്ലാ പ്രധാന മതാചാരങ്ങളും വിഗ്രഹാരാധന തുടക്കം ബാബിലോണിൽ നിന്നാണ്. ഇറാഖിൽ പ്രധാന ലോകമതങ്ങളായ കത്തോലിക്ക, ഇസ്ലാം, ഹിന്ദു, ബുദ്ധമതം തുടങ്ങിയവയെല്ലാം വിഗ്രഹാരാധനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മുസ്ലിങ്ങൾ തങ്ങൾ വിഗ്രഹാരാധകരല്ലെന്ന് വാദിക്കുന്നു. എന്നാൽ അവർ ചന്ദ്രദേവനായ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അവരുടെ ചിഹ്നം ചന്ദ്രനും നക്ഷത്രവും. അവർ വിഗ്രഹാരാധകരാണെന്ന് വ്യക്തമാക്കുന്നു. ആകാശത്തിലെ സൈന്യം എന്ന് പറയുന്ന ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളൊക്കെയാണ്. അതിനെ ആരാധിക്കുന്ന മതം തന്നെയാണ് അതെന്ന് ഒരു സൈൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു ലോകമതം യാഥാർത്ഥ്യമാകുമ്പോൾ അത് മിസ്റ്ററി ബാബിലോൺ ആയിരിക്കും. കത്തോലിക്ക പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന സ്കാർലറ്റ്, അതായത് റെഡ് ആൻഡ് പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കും. അതായത് ഈ സ്കാർലറ്റ് എന്ന് പറഞ്ഞാൽ റെഡ് കളർ, അവരെ ഡ്രസ് ഇങ്ങനെയാണ്. പിന്നെ പർപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ കളർ, അതാണ് ഇതിനെ കാണിക്കുന്നത്. 7, ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് ഈ സ്ത്രീയുടെ 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 7 മലകളിന്മേ ഇരിക്കുന്ന ഒരു നഗരമാണ് റോം. 7 തലകളെ 7 മലകളോടും 7 രാജാക്കന്മാരുമായും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞു വന്ന് ഇരിക്കേണ്ടതാകും. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 പേരിൽ ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇത് അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. വീണുപോയ 7 രാജാക്കന്മാർക്കും
ദുഷ്ടാത്മാക്കൾ ഉണ്ടായിരുന്നു. എട്ടാമത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്ന ആളാണ് ഈ അന്ത്യക്രിസ്തു. അപ്പോൾ ഒരു സോളുണ്ടല്ലോ, ആ സോളിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എട്ടാമനിൽ വരുന്ന ആത്മാവ് എന്ന് പറയുന്നത് വീണുപോയ രാജാക്കന്മാരിൽ ഒരുവനിൽ ഉണ്ടായതായ പാതാളത്തിൽ കിടക്കുന്ന ആത്മാവാണെന്നാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചില ബൈബിൾ പണ്ഡിതന്മാർക്ക് ഇത് യൂദാസ് ഇസ്കറിയോത്ത് ആണെന്ന് അഭിപ്രായമുണ്ട്. ഇത് തെറ്റാണ്. കാരണം യൂദാസ് ഒരിക്കലും രാജാവായിട്ടില്ല. യേശുക്രിസ്തു ആയിരുന്നു രാജാവ്. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താൻ. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. വെളിപ്പാട് 13:1 മൃഗത്തിന്, അതായത് ക്രിസ്തുവിന് 10 കൊമ്പുകളും 10 കൊമ്പുകളിൽ 10 കിരീടങ്ങളും ഉണ്ട്. 10 രാജാക്കന്മാർ ക്രിസ്തുവിന് ശക്തിയും അധികാരവും കൊടുക്കുന്നതിനെ ഇത് കാണിക്കുന്നു. ക്രിസ്തുവും 10 രാജാക്കന്മാരും മെഗിദോ താഴ്വരയിൽ ഇസ്രായേലിനെതിരെയും ക്രിസ്തുവിനോടും പോരാടാൻ വരുന്നതിന് മുമ്പ് ഇത് സംഭവിക്കുന്നു. പിന്നെ സൂപ്പർ ഗ്രേറ്റ് പവറായിട്ട് 7 തലയിലും 10 കൊമ്പുകളിലും കിരീടങ്ങളുമായി ക്രിസ്തു യുദ്ധത്തിനായി വരുന്ന സമയമാണിത്. പിന്നെ 14-ാം വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാവ് കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ വിശ്വസ്തരുമായി അവർ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം, വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും. അത് നേരത്തെ പറഞ്ഞു. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദോഷിച്ച് ശൂന്യം നഗ്നവുമാക്കി അവളെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ഇതെന്താണെന്ന് നോക്കാം. സ്ത്രീ എക്യുമെനിക്കൽ ചർച്ച് അല്ലെങ്കിൽ മിസ്റ്ററി ബാബിലോൺ ക്രിസ്തുവിനെ പിന്തുണച്ച് വളർത്തുമെങ്കിലും ക്രിസ്തുവും 10 രാജാക്കന്മാരും അവളെ നശിപ്പിക്കും. ഈ ചർച്ചിനെ നശിപ്പിക്കും എന്ന് പറയുന്നത് ഏകലോക മതത്തെ ഇല്ലാതാക്കും. ഏകലോക മതത്തിന്റെ കേന്ദ്രം റോമാണ്. ഈ സ്ഥലത്തിന്റെ നാശം സംഭവിക്കും. അതിന്റെ സമ്പത്തും അധികാരവും മൃഗവും 10 രാജാക്കന്മാരും തട്ടിയെടുക്കുകയും എക്യുമെനിക്കൽ സഭയുടെ അധിപനായ കള്ളപ്രവാചകനെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. വെളിപ്പാട് അധ്യായം 19:20 പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. അത് വായിക്കാം. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിനെ മുദ്രയേൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പുകയിൽ ജീവനോടെ ഇട്ടുകളയും. അതാണ് ഈ തീ കൊണ്ട് ദഹിപ്പിക്കുന്നു പറഞ്ഞത്. ഇതാണ് കേസ്. ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുവോളം തൻ്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളെ രാജ്യത്ത് മൃഗത്തിന് കൊടുക്കുവാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം എന്ന് പറയുന്നത് റോം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. ഇതിൽ എക്യുമെനിക്കൽ സഭയുടെ ലീഡേഴ്സാണ് ഇതെല്ലാം. ഇതിൽ പ്രധാന ആള് പോപ്പ്. ഇത് ക്രിസ്ലാം. ഇതിൽ സിംബോളിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന അന്ത്യക്രിസ്തുവും അന്ത്യക്രിസ്തുവിൻ്റെ മേലെ ഇരിക്കുന്ന ഈ എക്യുമെനിക്കൽ ചർച്ച് ലീഡറുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. അന്ത്യക്രിസ്തുവിന് ആദ്യത്തെ 3.5 വർഷത്തിൽ അന്ത്യക്രിസ്തുവിൽ ഒറ്റ ആത്മാവേ ഉണ്ടാവുന്നുള്ളൂ. വീണു രാജാക്കന്മാരിൽ ഉണ്ടായിരുന്ന ഒരു ആത്മാവാണ് ആദ്യത്തെ 3.5 വർഷത്തിൽ ഭരിക്കുന്നത്. ആ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് ഈ 2 സാക്ഷികളെ അന്ത്യക്രിസ്തു കൊല്ലുന്നത്. 11-ാം അധ്യായത്തിലാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് 13-ാം അധ്യായം. 13-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഈ റെഡ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പിശാച് അതിൻ്റെ ശക്തിയും അധികാരവും ഈ അന്ത്യക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. അപ്പം അതിനു മുമ്പ് തന്നെ ഈ അന്ത്യക്രിസ്തുവിന് 10 കൊമ്പുകളിലും കിരീടമുണ്ട്, പക്ഷെ 7 തലയിലും കിരീടമില്ല. ഇപ്പം ഈ അഭിഷേകം കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ തലകളിലും കിരീടം വരും. അപ്പോൾ പൂർണ്ണ ശക്തിയായി. ആദ്യത്തെ 3.5 വർഷത്തിലുള്ളത് ഒരാത്മാവേ ഉള്ളൂ. രണ്ടാമത്തെ 3.5 വർഷത്തിൽ 6 ആത്മാക്കൾ എക്സ്ട്രാ വരികയും ചെയ്യും. അതോടുകൂടി അതിൻ്റെ അഭിഷേകം പിശാച് കൊടുക്കുകയും ചെയ്യും എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതോടുകൂടി ഇവിടെ വീഡിയോ നിർത്തുകയാണ്.